ഹായ് മക്കളെ, അങ്ങനെ നമ്മുടെ +1 അഡ്മിഷനിലേക്കുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് ഇന്ന് അവസാനിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വരാനിരിക്കുന്നത്, അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് അഡ്മിഷന് പോകുന്ന സമയത്ത് ഏതെല്ലാം ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്. ഈ 3 സർട്ടിഫിക്കറ്റും ഇതുവരെ നിങ്ങൾ കളക്ട് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ അത് കളക്ട് ചെയ്ത് വെക്കുക. കൂടാതെ അതിൻ്റെ ഓരോ കോപ്പി എടുത്ത് വെക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ദെൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്താൽ കിട്ടാത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമുക്കൊരു 7 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 10 ഡേയ്സോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഇതിന് അപേക്ഷ കൊടുക്കുകയും ആ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുക. ഇനി LSS, USS, NMMS എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നിങ്ങൾ കയ്യിൽ കരുതുക. കൂടാതെ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡ് കൂടി കയ്യിൽ കരുതുക. സോ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വീഡിയോസിനും അതേപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വീഡിയോസിനും സൈലം കൊമേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.